സമയങ്ങളിലെ കുടുംബയോഗ കമ്മിറ്റി കൂടിയപ്പോൾ കമ്മിറ്റിയുടെയും കുടുംബയോഗത്തിന്റെയും അനുശോചനം രേഖപ്പെടുത്തുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മുൻ പതിവനുസരിച്ച് വാർഷിക യോഗത്തിൽ അവരുടെ പേര് വിവരങ്ങളെന്ന് പ്രസ്താവിക്കുക പതിവാണ്. അപ്രകാരം ഞാൻ ചെയ്യട്ടെ. വായിച്ചതിന് ശേഷം ഒരു നിമിഷം മൗനമായി എഴുന്നേറ്റ് നിന്ന് അനുശോചനത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് ബി സീറ്റഡ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മതിലുകൾ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ MC കുര്യൻ, ഇന്ന് നമ്മുടെ കുടുംബയോഗത്തിന്റെ ഈ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന മാർത്തോമ സഭയിലെ സീനിയർ വികാരി ജനറൽ കൂടിയായ വന്യ ദിവ്യശ്രീ ടി ഫിലിപ്പ് കശീശ അവരുടെ, മതങ്ങൾ കുടുംബയോഗത്തിൽ നിന്നും വിവാഹിതരായ ഞങ്ങളുടെ പ്രിയ പെൺമക്കൾ, അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ 23ാമത് കുടുംബയോഗത്തിന്റെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ ചുരുക്കമായി ഞാൻ എന്റെ കർത്തവ്യം നിർവഹിച്ചു. പാഠം വായന റോഷിനി ഉമ്മൻ. ഒന്നാം പാഠഭാഗമായി സങ്കീർത്തനങ്ങൾ 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. പാട്ട് ആശിഷ്. Hi, I'm Ashish Abram Matthew. I'm going to sing 2 songs. Now I'll start. Building up the temple, building up the temple, building up the temple of the Lord. Boys come and help us, girls come and help us, building up the temple of the Lord. 1 Corinthians 13:1-13 വരെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. കുടുംബയോഗത്തിനായി നാം ഇവിടെ കൂടി വരുമ്പോൾ കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നത് ഉചിതമാണ്. പാട്ടും പ്രാർത്ഥനയും ഉള്ള ഭവനങ്ങളിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും സ്വഭാവശുദ്ധി ഉള്ളവരുമായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോഴേ കുടുംബത്തിന്റെ പ്രാധാന്യം ജീവിതത്തില് എത്രമാത്രം ഉണ്ടെന്ന് ആ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. കുടുംബം ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഒറ്റപ്പെട്ട തുരുത്തുകളാകാൻ പാടില്ല. അവരെ ഒറ്റയ്ക്ക് അങ്ങ് വിടാൻ സാധ്യമല്ല. അതായത് അത് മാതാപിതാക്കന്മാർ എത്ര ജാഗ്രതയോടെ ജീവിച്ചാലും കുഞ്ഞുങ്ങൾക്ക് സഹായകരമായി എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ കുടുംബം നശിച്ചു പോകും. കുഞ്ഞുങ്ങളുമായി ബന്ധം പുലർത്തുന്നതിന് മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അത് നമ്മുടെ ചുമതല. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ലോകത്തിന് നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളിൽ കൂടി. എന്തുമാത്രം പ്രാധാന്യമാണ് കുഞ്ഞുങ്ങൾക്കുള്ള. വരാനുള്ള ലോകത്തെ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ഈ ആധുനിക ലോകത്ത് അത് നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാർ ധനസമ്പാദനത്തിനു വേണ്ടി ഓടി നടക്കുക. അതിനൊരു മതി പോലും വരുന്നില്ല, ഒരു നിയന്ത്രണം വരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അതിന്റെ ഫലം എന്താ? കുടുംബത്തിന്റെ പ്രധാന കണ്ണിയായ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വരുന്ന കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ അതോടുകൂടി തലമുറ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ തലമുറയെ നമ്മൾ നോക്കുന്നത് കുഞ്ഞുങ്ങളില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ പ്രാധാന്യവും സൂക്ഷ്മതയും നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ തലമുറ നഷ്ടപ്പെടുകയാണ്. പിന്നെ വേറെ ഒരു പ്രശ്നമുള്ളത്, ഈ
കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സ്ഥാനം കൊടുക്കാതെ വരുമ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്നും വാത്സല്യവും കരുണയും സൂക്ഷിപ്പും കിട്ടത്തില്ല. ആ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ സാത്താൻ തേടിപ്പിടിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി നശിപ്പിച്ചെല്ലാമേരിക്കെ എനിക്ക് അവസാനമായി പറയാനുള്ളത്, ദൈവവചനപ്രകാരം ബാലശിക്ഷയിലും പത്യോപദേശത്തിലും നമുക്ക് മക്കളെ പോറ്റി വളർത്താം. ഇതിന് എന്റെ കുടുംബാംഗങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഈ അവസരത്തിൽ ചുരുക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കേവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഭൂരിപക്ഷം പേര് ഇന്നത്തെ യോഗത്തില് സംബന്ധിക്കുന്നില്ല. കാരണം അവര് ദൂരസ്ഥലങ്ങളിലായതുകൊണ്ട്. അപ്രകാരം ദൂരസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന പലരും ഇന്ന് രാവിലെയും എന്നെ വിളിച്ച് ആശംസകൾ ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് ചാപ്റ്റർ, ദുബായ് ചാപ്റ്റർ, അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികള്, അതുപോലെ കുന്നൂരിൽ നിന്നും ശ്രീ എം എ ചാക്കോ, മേട്ടുപ്പാളയത്തിൽ നിന്നും ശ്രീ ഉമ്മൻ ചാക്കോ, കോഴിക്കോട്ട് നിന്നും എം എസ് മാത്യു, ജോൺ മാത്യു തുടങ്ങിയവര് ആശംസകൾ ഇവിടെ അറിയിക്കണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആശംസകൾ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇനിയും ഞാൻ എന്റെ കൃത്യത്തിലേക്ക് കടക്കാം. മതിലുകൾ കുടുംബയോഗം 2006-2007 വാർഷിക റിപ്പോർട്ട്. തിരുവല്ലയിലെ പ്രഥമ ക്രൈസ്തവ കുടുംബമായി ആവിർഭവിച്ച നമ്മുടെ കുടുംബത്തിൽ ആദ്യമായി ഒരു കുടുംബയോഗം സമ്മേളനം നടന്നത് 1920-കളിൽ മാത്രമാണ്. ദീർഘകാലം മുടങ്ങിക്കിടന്ന കുടുംബയോഗം പുനരാരംഭിച്ച് കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങളും കൂടിവരവുകളും ഭംഗിയായി നടന്നു വരുന്നു എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ആത്മബലം കൊണ്ടു നിറയ്ക്കണമേ, അറിയാതെ ചെയ്തോരപരാധങ്ങൾ അലിവോടെ അവിടുന്ന് പുറത്തിടണേ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പേര് ഇങ്ങനെ ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബയോഗത്തിൽ ഒന്ന് സന്ദർശിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് കുവൈറ്റ് ചാപ്റ്റർ, UAE ചാപ്റ്റർ. ഞാൻ പല കുടുംബയോഗങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്ററുള്ള കുടുംബത്തെ അധികം എനിക്കറിയത്തില്ല. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകളുണ്ടെങ്കിലും പോയ മറു രാജ്യങ്ങളിൽ ഇങ്ങനെ കുടുംബയോഗം കൂടുന്ന കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അതും ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ അറിവിലേക്ക്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു സീസൺ നിങ്ങൾ തെരഞ്ഞെടുത്തത് തന്നെ നല്ലതാണ്. ക്രിസ്തുമസിന്റെ സീസൺ, പുതുവർഷത്തിന്റെ സീസൺ. ഇങ്ങനെ ഒരു സമയത്ത് ക്രിസ്തുമസിന്റെ ദൂതന്ന അന്ധകാരത്തിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോൾ ആ പ്രവചനം പൂർത്തീകരിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഭാരതത്തിൽ ഒരു മുന്നിയുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടി യേശു ക്രിസ്തു എന്നെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിനായി യേശു അവതരിച്ചു. രണ്ടാമത് മുന്നിൽ പ്രാർത്ഥിച്ചത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണം. അന്ധകാരത്തിന്റെ ഒരു ഭാഗം അസത്യം നിറഞ്ഞ ലോകം എന്ന് പറയുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. പിന്നെ മുന്നിൽ പ്രാർത്ഥിച്ചു, എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണം. മരണം മനുഷ്യനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. എന്നാൽ മുന്നിൽ പ്രാർത്ഥിച്ചു, മരണത്തിൽ നിന്ന് ജീവിക്കണം എന്നൊരു താല്പര്യം. അതിന് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും. അപ്പൊ മുന്നിയുടെ പ്രാർത്ഥനയുടെ ഒരു പൂർത്തീകരണമായി നമ്മുടെ കർത്താവ് ഇവിടെ വന്നപ്പോ അങ്ങനെ പ്രാർത്ഥിച്ച മുനിയുടെ രാജ്യത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് അവന്റെ പ്രാർത്ഥന എന്താ? പൗലോസിന്റെ പ്രാർത്ഥനയാണ്. എഫേസ്യലേഖനം 3-14 മുതലുള്ള വാക്യം. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ പറവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തും. എന്നാൽ ആരാധന ദൈവസന്നിധിയിൽ ദൈവത്തെ മുട്ടുകുത്തിക്കുകയല്ല, ദൈവഹിതം തിരിച്ചറിയുന്നതിന് എത്ര പേരുടെ ആരാധന നടക്കുന്നു. അപ്പൊ നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തെ മുട്ടുകുത്തിക്കാനല്ല, ദൈവസന്നിധിയിൽ നമ്മൾ ദൈവേഷ്ടം തിരിച്ചറിയാനാണ്. നിലനിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് നിലനിർത്തുന്നവന്റെ മുമ്പ്
വിനയം അനുഗ്രഹത്തിന്റെ ആരംഭം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഉടമൻ സർവത്തിന്റെ നിലനിർത്തുന്ന കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ കാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവസേനയിൽ മുട്ടുമുട്ടുന്ന വ്യക്തികളായി കുടുംബമായി നമ്മുടെ കുടുംബം രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് പറയുന്ന, പേര് നിലനിർത്തുന്ന പിതാവിന്റെ സന്നിധിയിൽ ഈ വലിയ ഭക്തനായ മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ, എല്ലാം കൊണ്ടും ഉയർന്നിരുന്നൊരു